തൃശ്ശൂർ ടൗണിലെ ആദ്യത്തെ ചൈനീസ് റെസ്റ്റോറൻ്റാണ് മിങ് പാലസ്. തൃശ്ശൂരുകാർക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുടെ കഥകൾ പറയാനുള്ള ഈ റെസ്റ്റോറൻറ്റിൽ പോയ വിശേഷങ്ങളാണിന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുട്ടിക്കാലത്ത് തൃശ്ശൂർ ടൗണിൽ വന്നാൽ ചിലപ്പോൾ ഒരു മസാല ദോശ, അതുമല്ലെങ്കിൽ ഒരു ഊണ്, ഇതൊക്കെ കഴിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമായിരുന്നു. അന്ന് ഏറ്റവും പേര് കേട്ട റെസ്റ്റോറൻറ്റ് പത്തൻസ് ആയിരുന്നു. എനിക്ക് 2 വല്യമ്മമാരുള്ള അതിലേറ്റവും കൂടുതൽ പത്തൻസി വന്നിട്ടുള്ളത് രണ്ടാമത്തെ വല്യമ്മയായിട്ടുള്ള പ്രഭമ്മയുടെ കൂടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യമ്മയുടെ മോള് ഷിതിച്ചേച്ചി ഒരു തവണ പുതിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയണ കേട്ടെ, മിങ് പാലസ്. നമ്മുടെ തൃശ്ശൂരിലെ ആദ്യത്തെ ചൈനീസ് റെസ്റ്റോറൻറ്റ്. 35 വർഷങ്ങൾക്ക് മുമ്പ് TN മോത്തിലാൽ അദ്ദേഹമാണ് ഈ റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത്. അതുവരെ മസാല ദോശയും ബിരിയാണിയും ഊണൊക്കെ കഴിച്ച് ശീലിച്ച തൃശ്ശൂരുകാർക്ക് ചൈനീസ് വിഭവങ്ങളുടെ രുചി ആദ്യമായിട്ട് പകർന്നു നൽകിയത് മിങ് പാലസ് ആയിരുന്നു. തൃശ്ശൂരിലെ പലർക്കും നൊസ്റ്റാൾജിയുള്ള ഒരു സ്പോട്ടാണ് മിങ് പാലസ്. പണ്ടിവിടെ വരുമ്പോൾ ഈ ഒരു മങ്ങിയ വെളിച്ചവും ചൈനീസ് ലാൻഡേൺസും പിന്നെ വിളമ്പുന്ന ചൈനീസ് ലുക്കുള്ള ചേട്ടന്മാരൊക്കെ കാണുമ്പോൾ ശരിക്കും ചൈനയിലൊക്കെ എത്തിയ പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. മറ്റൊരു ഹൈലൈറ്റ് ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ്. കൂട്ടുകാരായിട്ടൊക്കെ വരുമ്പോൾ ഒരു ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ മതി, അത്യാവശ്യം എല്ലാവരുടെയും വയറ് നിറയും. മൊത്തം ചൈനീസ് വിഭവങ്ങളാണെങ്കിൽ കൂടി ഒരുപാട് വെറൈറ്റികൾ മെനുവിലുണ്ട്. പക്ഷെ നമ്മളെന്തായാലും ആ വെറൈറ്റികളിലേക്കൊന്നും പോകണില്ല. ഷെസ്വാൻ വെജ് ട്രിപ്പിൾ റൈസും പിന്നെ ഒരു ഷെസ്വാൻ ഗോപിയും ഒരു അമേരിക്കൻ ചോപ്പ് സൂയിയാണ് പറഞ്ഞിട്ടുള്ളത്. അധികം താമസമില്ലാണ്ട് ഐറ്റംസൊക്കെ എത്തിയിട്ടാ. ഇതാണ് അമേരിക്കൻ ചോപ്പ് സൂയി. വീട്ടിൽ ഒരു തവണ ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഐറ്റം ഷെസ്വാൻ ഗോപി, പിന്നെ നമ്മുടെ ട്രിപ്പിൾ വെജ് ഫ്രൈഡ് റൈസ്. ആദ്യമായിട്ടാണ് അമേരിക്കൻ ചോപ്പ് സൂയി ഞാനിവിടെ നിന്ന് ട്രൈ ചെയ്യണേ. മിക്സിങ് കണ്ടിട്ട് തന്നെ ദീപുവിന് കൊതിയായിട്ടിരിക്കട്ടാ. ഈ ഒരു മിക്സിങ് ഞാനാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം കൊളായേനെ. ഇതിപ്പോൾ എന്തായാലും സൗകര്യമായി. അമേരിക്കൻ ചോപ്പ് സൂയിൽ മുട്ട ചേർത്തുള്ളതുകൊണ്ടും അമ്മ പ്യുവർ വെജായതുകൊണ്ടും ആദ്യം ട്രിപ്പിൾ ഫ്രൈഡ് റൈസിൽ നിന്നാണ് അമ്മ തുടങ്ങിയത്. കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പോൾ ഓർഡർ ചെയ്യാനൊന്നും നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് കഴിക്കണത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് അരുബഡ്ഡിന്ന് ഞാൻ വിളിക്കുന്ന അരുണിൻ്റെ കൂടെ വന്നിട്ടാണ്. സത്യം പറയാലോ, എനിക്കും ട്രിപ്പിൾ ഫ്രൈഡ് റൈസിൽ നിന്ന് തുടങ്ങാനായിരുന്നു താല്പര്യം. ഇതിപ്പോൾ എന്തായാലും വിളമ്പി പോയില്ലേ. അമ്മ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അമ്മ. ദീപുവിനാണെങ്കിൽ ഞെട്ടൽ ഒരു തരി പോലും ഇല്ല. ദീപുവിന് സോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാന്താന്ന് നിങ്ങൾക്കറിയാലോ. അമേരിക്കൻ ചോപ്പ് സൂയിലാണെങ്കിൽ ഇഷ്ടം പോലെ സോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ ഇഷ്ടമായി. അതുപോലെ അമ്മയ്ക്ക് ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമായി. അമ്മ കുറച്ച് ഷെസ്വാൻ ഗോപി എടുത്തപ്പോഴേ എങ്ങാനിത് മുഴുവൻ തീർക്കുമെന്നാണ് ദീപുവിൻ്റെ പേടി. എല്ലാം ഉഷാറായിട്ടുണ്ടെന്നാണ് അമ്മ പറയണേ. അമേരിക്കൻ ചോപ്പ് സൂയി വളരെ നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സോസിൻ്റെ മധുരം അതല്പം കൂടുതലായ പോലെയാണ് എനിക്ക് തോന്നിയത്. ചെറിയൊരു സോസിൻ്റെ മധുരമില്ല, നിനക്കിഷ്ടം സോസിൻ്റെ മധുരം എനിക്ക് അധികം ഇഷ്ടമല്ല. മുഴുവൻ കഴിച്ചു വരുമ്പോഴേക്കൊരു നീ കഴിക്കരുത്. കേട്ട പാതി കേൾക്കാത്ത പാതി. മൊത്തം ചോപ്പ് സൂയും ദീപ് കഴിച്ചോളാന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയുണ്ട് പറയണതല്ല, ഇത്രയും സോസിനോട് താല്പര്യമുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ലേ. 230 രൂപയാണ് ഷെസ്വാൻ ട്രിപ്പിൾ റൈസിന് ഇവർ ചാർജ് ചെയ്യണേ. ഇതിൻ്റെ കൂടെ തന്നെ കറി ഉള്ളതുകൊണ്ട് മറ്റൊരു കറി ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. സംഗതി ഉഷാറായിട്ട് കേട്ടാ. പഴയ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റൊക്കെ മനസ്സിലേക്ക് വന്നു. അതുപോലെ ഈ ഷെസ്വാൻ ഗോപി നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിരുന്നു. 3-4 പീസ് ഷെസ്വാൻ ഗോപി എടുത്തിട്ട് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. ഷെസ്വാൻ സോസിൻ്റെ ആ ഒരു സ്പൈസിനെസ് ഒക്കെ ആയിട്ട് സംഗതി ഉഷാറായിരുന്നു കേട്ടോ. ട്രിപ്പിൾ റൈസും ഷെസ്വാൻ ഗോപിയും ഒക്കെ അടിപൊളിയുണ്ടെങ്കിലും ദീപു കള്ളിക്ക് ഇഷ്ടമായത് സോസ് ഇട്ടുള്ള അമേരിക്കൻ ചോപ്പ് സൂയാണ്. ഇതേതാ ഇഷ്ടമായത്? എനിക്ക് തോന്നിയില്ലേ? ഫുഡ് അത്യാവശ്യം ഹെവി ആയതുകൊണ്ടേ ഒന്ന് ഒതുങ്ങാനായിട്ട് ഒരു തംസപ്പ് കൂടി പറഞ്ഞു.
നമ്മളൊന്ന് കൈ കാണിക്കുമ്പോഴേക്കും ഓടി വരുന്ന രീതിയിലാണ് ഇവിടുത്തെ സർവീസ്. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ തംസപ്പ് കുടിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. 2 സിപ്പ് കഴിച്ചതൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടി. അങ്ങനെ തംസപ്പിൻ്റെ സഹായത്തോടു കൂടി ബാക്കിയുള്ള അമേരിക്കൻ ജോബ്സോയി ദീപും ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് ഞാനും പരമാവധി തീർത്തു. മൊത്തം 763 രൂപയാണ് ബില്ലായത്. പത്തൻസ് ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലാണ് മിങ് പാലസ് ഉള്ളത്. ഈ ഒരു 2025-ലും പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററൊക്കെ ഉള്ള ലിഫ്റ്റാണ് പത്തൻസിലത്. അതിനേക്കാൾ വിശേഷമായ കാര്യം ഇവിടുത്തെ ലിഫ്റ്റിന് ലഞ്ച് ബ്രേക്കൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഓട്ടോയിൽ കയറി ഒരു നഗരപ്രദക്ഷിണം നടത്തിയിരുന്നു. അപ്പോഴാണ് തോന്നിയത്, പണ്ടത്തെ ബിനി ഹോട്ടൽ പുതുക്കി പണിത് ബിനി ഹെറിറ്റേജ് ആക്കിയതിന് ശേഷം ഇതുവരെ അവിടെ കയറിയിട്ടില്ലല്ലോ എന്ന്. എന്നാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പത്മരാജൻ്റെ തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഹോട്ടലായിരുന്നു ബിനി ടൂറിസ്റ്റ് ഹോം. അതാണ് ഈ അടുത്തിടെ ബിനി ഹെറിറ്റേജ് എന്നുള്ള പേരിൽ റിനോവേറ്റ് ചെയ്തത്. ഇതിപ്പോൾ 4 സ്റ്റാർ ലെവലുള്ള ഒരു ഹോട്ടലായിട്ട് മാറി. ഹോട്ടലിനോടൊപ്പം തന്നെ പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യ ഐറ്റംസൊക്കെ ഉള്ള ഒരു ഫുഡ് കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും തൃശ്ശൂർ വരുമ്പോൾ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇപ്പം എന്തായാലും അതൊന്നും നടപടിയാവണ കാര്യമില്ല, അത്രയും ഫുള്ളാണ്. പിന്നെന്താ, എല്ലാം നടന്നൊന്ന് കാണാം, പിന്നെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കുക, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഫുഡ് കോർട്ടിലെ സിറ്റിംഗ് ഏരിയ എന്ന് പറയണത് കുറേ ചെടികളും വള്ളികളും ഒക്കെ പടർത്തിയിട്ടുള്ള രീതിയിലാണ്. നല്ല ഉച്ചത്തിൽ നരസിംഹത്തിലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാത്തത്. അത് വളരെ അരോചകമായിട്ട് തോന്നി. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ഒരു പിടിയില്ല കേട്ടോ. ശബ്ദം കേട്ട് തലവേദന എടുത്തപ്പോൾ ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ പുറകിൽ ഇദ്ദേഹം കൂടി ഒരു കാരണമാണ്. ഇദ്ദേഹത്തിൻ്റെ ചായയടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഫാനായി എന്ന് പറയാം. മാത്രമല്ല, ഇങ്ങനെ പുള്ളി ചായ അടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി അറിയണമല്ലോ. താങ്ക് യു. എന്തായാലും ലൗഡ് നോയ്സിലുള്ള പാട്ടൊഴിച്ച് ബാക്കി ബിനി ഹെറിറ്റേജിലെ ഫുഡ് ഓപ്ഷൻസും ചായയും എല്ലാം കണ്ടപ്പോൾ നമുക്കിഷ്ടമായി. ബദാം മിൽക്കാണ് ഞാനും ദീപു ആദ്യം ട്രൈ ചെയ്തത്. നല്ല അടിപൊളി ബദാം മിൽക്കായിരുന്നു. ബദാം മിൽക്ക് മാത്രമല്ല, ചായയും കാപ്പിയും ഒക്കെ നന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം മിങ് പാലസിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ബിനിന്ന് ഓരോ ചായയും കുടിച്ച് അമ്മയും ഞാനും ദീപവും ഹാപ്പി ആയിട്ട് മടങ്ങി. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ചാനലിൽ 60% പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സാധാരണ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.